ഈ ഒരൊറ്റ മാറ്റം വരുത്തിയാൽ തന്നെ നിങ്ങളുടെ സാമ്പാറിന് ടേസ്റ്റ് കൂടും. നമ്മൾ ഓണത്തിന് സദ്യയൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിലുള്ള സാമ്പാറാണ്. ഇന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ സാമ്പാർ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് പച്ചക്കറികളാണ്. വെണ്ടക്ക, വഴുതിരിങ്ങ, ക്യാരറ്റ്, ഒരു പച്ചക്കായ. ഇവിടെ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ആ തേങ്ങയിലേക്ക് നമ്മൾ കറിവേപ്പില, ഉലുവ, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കുറച്ച് നല്ല ജീരകം, ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പുളിവെള്ളമാണ് വേണ്ടത്. കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇനി നമുക്ക് സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മളിവിടെ സാമ്പാർ വെക്കാൻ ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കഷ്ണങ്ങളൊക്കെ മുറിച്ചിട്ട് വഴുതിരിങ്ങ, ക്യാരറ്റ്, വെണ്ടക്ക, കിഴങ്ങ്, ഇനി ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. അതും ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ വാഴയ്ക്കും തക്കാളിയും കൂടെ കട്ട് ചെയ്ത് വെച്ചതാണ്. അതിൽ വാഴക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്, 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളകും പൊടി 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പർപ്പൊടി 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സാമ്പാറൊക്കെ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളിവിടെ വേവിച്ച് വെച്ചിരുന്ന പരിപ്പാണ് ചേർത്ത് കൊടുത്തത്. അതിലേക്ക് ഉപ്പ് ചേർക്കുന്നുണ്ട്. തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കായത്തിൻ്റെ പൊടിയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സാമ്പാറൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് വറവിടണം. അതിന് വേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകും കറിവേപ്പിലയും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.